പതിവ് തെറ്റാതെ അയ്യപ്പന് കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ച് അഗസ്ത്യാർകൂടത്തു നിന്നുമുള്ള ഗോത്രസംഘം. തിരുവനന്തപുരം കോട്ടൂർ വനമേഖലയിൽ നിന്നെത്തിയ 167 പേരടങ്ങുന്ന സംഘമാണ് പതിവ് തെറ്റിക്കാതെ ഇത്തവണയും മലചവിട്ടി ദർശന സായുജ്യം നേടിയത്. അഗസ്ത്യാർകൂടത്തിന്റെ മടുത്തട്ടിൽ നിന്ന് വ്രതശുദ്ധിയോടെ ശേഖരിച്ച കാഴ്ചദ്രവ്യങ്ങൾ കാണിഗോത്ര പ്രതിനിധികൾ അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ചു. തിരുവനന്തപുരം കോട്ടൂർ വനമേഖലയിൽ നിന്നെത്തിയ 167 പേരടങ്ങുന്ന സംഘമാണ് പതിവ് തെറ്റിക്കാതെ ഇത്തവണയും മലചവിട്ടി ദർശന സായുജ്യം നേടിയത്. സംഘനേതാവ് വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ 27 കുട്ടികളും 17ഓളം മാളികപ്പുറങ്ങളും അടങ്ങുന്ന സംഘം 3 KSRTC ബസ്സുകളിലായാണ് പമ്പയിലെത്തിയത്. അയ്യപ്പൻ എന്നു പേരുള്ള ഭിന്നശേഷിക്കാരനായ അംഗവും സംഘത്തിലുണ്ട്. മുളകുറ്റിയിൽ നിറച്ച കാട്ടുചെറുതേനും ഈറ്റയിലും അരിച്ചൂരലിലും മെനഞ്ഞ പൂജാപാത്രങ്ങളും കാട്ടുകുന്തിരിക്കവും കരിമ്പും കാട്ടിൽ വിളഞ്ഞ കദളിക്കുലയും കാട്ടുപൂക്കളും അടങ്ങുന്ന വനവിഭവങ്ങളാണ് ഇവർ അയ്യപ്പന് കാഴ്ചയായി സമർപ്പിച്ചത്. പരിസ്ഥിതി സൗഹാർദ്ദമായ തീർത്ഥാടനം എന്ന സന്ദേശം കൂടിയാണ് ഇവരുടെ യാത്ര നൽകുന്നത്. വനത്തിനുള്ളിൽ നിന്നും വ്രതശുദ്ധിയോടെ ശേഖരിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ കാട്ടുകൂവ ഇലകളിലാണ് പൊതിഞ്ഞെടുക്കുന്നത്. തലച്ചുമടായിയാണ് ഇവ സന്നിധാനത്ത് എത്തിച്ചത്. കോട്ടൂർ എന്ന് പറയുന്ന മലയോര ഗ്രാമത്തിലെ കോട്ടൂർ മുണ്ടണി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിലെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള അഗസ്ത്യാർകൂട വനപ്രദേശത്തും കന്യാകുമാരി ജില്ലയിലെ വിവിധ വനമേഖലകളിലും താമസിക്കുന്ന സ്വാമി ഭക്തരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ആകെ 167 പേരുണ്ട്. 27ഓളം കുട്ടികളാണുള്ളത്. കുട്ടികളിൽ പലരും കന്നിമലക്കാരാണ്. മാളികപ്പുറങ്ങളും മറ്റയ്യപ്പന്മാരും എൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. ഇവർ വൃശ്ചികം 1 മുതൽ കഠിന വ്രതമെടുത്താണ് അയ്യപ്പ സ്വാമിയെ കാണാനായിട്ട് ഈ ദിവസം ഇവിടെ എത്തിയിട്ടുള്ളത്. വ്രതശുദ്ധിയോടുകൂടി തന്നെ അഗസ്ത്യാർകൂട വനങ്ങളുടെ ഉള്ളിൽ നിന്ന് ശേഖരിക്കുന്ന കാട്ടുചെറുതേൻ, കദളിക്കുല, കരിമ്പ്, അതുകൂടാതെ ഈറ്റയിലും ചൂരലിലും തീർത്ത വിവിധ പൂക്കൂടകൾ, പൂവട്ടികൾ, അങ്ങനെ വിവിധങ്ങളായ സാധനങ്ങൾ അയ്യപ്പസ്വാമിക്ക് സമർപ്പിക്കാനായിട്ട് വ്രതമെടുത്ത് ഈ ഭക്തർ സ്വാമിയുടെ തിരുനടയിൽ എത്തുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഗസ്ത്യവനത്തിൽ നിന്ന് പശ്ചിമഘട്ട വനനിലകളിലൂടെ കാൽനടയായി വന്ന് ദർശനം നടത്തിയിരുന്ന പൂർവികരുടെ സ്മരണ പുതുക്കിയാണ് ഇവർ എത്തുന്നത്. തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷനിലെ പറ്റാമ്പാറ, കുന്നത്തേരി, പ്ലാവിള, കമലകം, മൂക്കോത്തിവയൽ, കൊമ്പിടി, ചേനാമ്പാറ, മാങ്കോട്, മുളമൂട്, പാങ്കാവ് എന്നീ ഉന്നതകളിൽ നിന്നും തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ പ്രാവിള, കോരയാർ, ആറുകാണി എന്നിവിടങ്ങളിൽ നിന്നുമുള്ളവരാണ് സംഘത്തിലുള്ളത്. കഴിഞ്ഞ മണ്ഡലകാലത്ത് 145 പേരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത്. ഇത്തവണ അംഗസംഖ്യ വർദ്ധിച്ചു. കോട്ടൂർ മുണ്ടണിമാടൻ തമ്പുരാൻ ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് യാത്ര. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.